ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. റവ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു നോമ്പുതുറ വിഭവമാണ് തരിക്കഞ്ഞി. നോമ്പുതുറയ്ക്ക് മാത്രമല്ല കേട്ടോ, അല്ലാതെയും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴുമെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള പാലും റവയുമാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ഗ്ലാസ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് വേണ്ട റവയൊന്ന് ചൂടാക്കിയെടുക്കാം. 3 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി 4 ഗ്ലാസ്, അപ്പോൾ 4 ടീസ്പൂൺ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇടയ്ക്ക് നമ്മുടെ പാലൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകല്ലേ, അല്ലെങ്കിൽ പാല് തിളച്ച് പൊങ്ങും. ഇത് പെട്ടെന്ന് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇവിടുന്ന് മാറ്റാം. ഇപ്പോൾ ഇതാ പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അല്പം ഉപ്പും കൂടെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഏലക്ക പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഏലക്കായ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കുറച്ച് ഏലക്കായ എടുത്ത് പഞ്ചസാരയും കൂട്ടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ആ പഞ്ചസാര കൂട്ടിയ ഏലക്കാപ്പൊടി കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചോളൂ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ചൊന്ന് വരട്ടെ. റവ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തിടണം. അതിനായി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നെയ്യിട്ട് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മുടെ കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. കാരണം ഇത് മൂത്ത് വരാൻ ടൈം എടുക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. അതിനുശേഷം നമുക്കിത് നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാനിത് മൊത്തമായി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ചെറിയുള്ളിയാണ് ഇതിൽ മെയിൻ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. റവയ്ക്ക് പകരം റാഗിയും സേമിയയും വെച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ സീ യു ടുമോറോ വിത്ത് ന്യൂ വീഡിയോ. ബൈ.